അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട റഈസുസ് സാഹിദീൻ റളിയല്ലാഹു അൻഹു ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ശക്തിയായ പനി പിടിച്ച ഒരു സമയം, യാത്രക്കിടയിൽ ഒരു ചെറിയ നിസ്കാരപ്പള്ളി കണ്ടു. നിസ്കാരപ്പള്ളിയിൽ ചെന്ന് ഇശാ നിസ്കരിച്ച് വരാന്തയിൽ ചുരുണ്ട് കിടന്നു. ആ സമയം പള്ളിയിലെ മുക്രിക്ക എന്ന് പറയില്ല, മൊല്ലാക്ക എന്ന് പല നാട്ടിലും പല രൂപത്തിലായിരിക്കും. അപ്പോൾ പള്ളിയിലെ മൊല്ലാക്ക വന്ന് റഈസുസ് സാഹിദ് ഞങ്ങളോട് പറഞ്ഞു, പള്ളി അടക്കാനായിട്ടുണ്ട്, പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ ആദ്യമൊക്കെ മഹാനവറുകൾ ക്ഷീണം കാണിച്ചു, ഒന്നും കൂടെ പുറത്ത് പോയി കിടന്നു. പക്ഷെ ഗേറ്റിൻ്റെ പുറത്ത് പോയില്ല. ആ സമയത്ത് വീണ്ടും മൊല്ലാക്ക വന്നിട്ട് പറഞ്ഞു, പുറത്തു പോകണം, ഗേറ്റ് പൂട്ടേണ്ടതുണ്ട്. അവസാന സമയം ഈ മഹാൻ പറഞ്ഞു, ഞാൻ ഇബ്രാഹിമിന് അദ്ദേഹമാണ്, നല്ല പനിയുണ്ട്, ഞാൻ സുബഹി നിസ്കരിച്ച് പോയിക്കൊള്ളാം, ഇവിടെ നിന്ന് പുറത്ത് കിടന്നോട്ടെ. അപ്പം മൊല്ലാക്ക പറഞ്ഞു, നിങ്ങൾ ആരായിട്ടെന്താ, എൻ്റെ ജോലിയാണ് എൻ്റെ പ്രശ്നം, പുറത്തു പോകണം, അല്ലെങ്കിൽ കമ്മിറ്റി എൻ്റെ ജോലി നഷ്ടപ്പെടുത്തി കളയും, പുറത്തു പോകണം എന്നാണ്. ബഹുമാനപ്പെട്ടവർക്ക് തല പൊങ്ങുന്നില്ല. പക്ഷെ മൊല്ലാക്ക വിടുമോ? മൊല്ലാക്കൻ്റെ ഡ്യൂട്ടി എടുക്കണമല്ല. മൊല്ലാക്ക രണ്ട് കാല് പിടിച്ച് വലിച്ചു പുറത്തങ്ങ് കൊണ്ടുപോയിട്ട് ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ പുറത്ത് അങ്ങ് വീണതും അവിടുത്തെ തല കല്ലിൽ തട്ടി ബോധം കിട്ടും. മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ രാത്രി പകുതി കഴിഞ്ഞിട്ടുണ്ട്, 12 മണിക്ക് ശേഷമാണ് ബോധം തെളിയുന്നത്. ആ സമയത്ത് എവിടെയാ നോക്കുന്ന സമയം ഒരു തോട്ടം, ആ തോട്ടത്തിൽ 75-80 വയസ്സുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനുണ്ട്, വിറക് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം അത് എന്തെങ്കിലും മെല്ലെ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഈ വയസ്സായ ആള് വലൈക്കും അസ്സലാം, വേറൊന്നുമില്ല, സലാം പറഞ്ഞു, സലാം മടക്കും, വേറൊന്നുമില്ല. കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മെല്ലെ ബേക്കോട്ടൊന്ന് നോക്കി. പിന്നെയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തുടങ്ങി. കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പോൾ ആളെ ജോലി നിർത്തി, വിറക് കൊത്തുന്നത് നിർത്തിയിട്ട് ഇബ്രാഹിം തങ്ങളുടെ കൈപ്പിടിച്ച് നിങ്ങൾ എവിടെയാ മോനെ ചോദിച്ചു. അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞു, നിങ്ങൾ സലാം അടക്കി, അപ്പോഴൊന്നെന്തേ ചോദിക്കാനത് എവിടെയെന്നുള്ളത്. അപ്പോൾ ആ വയസ്സായ ആൾ പറയാ, എനിക്ക് പകലാരും ജോലി തരൂല വയസ്സായതുകൊണ്ട്, രാത്രി ഈ തോട്ടത്തിൻ്റെ ഉടമ എനിക്ക് ജോലി തന്നു. അപ്പോൾ ഈ രാത്രി ഇവിടെ ജോലി തന്ന് ഞാൻ ജോലി ചെയ്യുന്ന ഇടയിലാണ് നിങ്ങൾ സലാം പറഞ്ഞത്. സലാം മടക്കൽ നിർബന്ധമാണ്, ഞാൻ മടക്കി. പിന്നെ വല്ലതും ഒരു വാക്ക് പറഞ്ഞ ഇന്നത്തെ കൂലി എനിക്ക് ഹലാലാകുമെന്ന് പേടിച്ചിട്ടും ഉണ്ടാതിരുന്നതാണ്. അപ്പോൾ ഇബ്രാഹിം തങ്ങൾ, പടച്ചവനെ, ഞാൻ നല്ലൊരാളാണെന്നാണ് കരുതിയത്, പക്ഷെ എന്നേക്കാളും നല്ലൊരു മനുഷ്യനപ്പുറത്ത് ഈ പ്രായം ചെന്ന മനുഷ്യൻ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിങ്ങളെന്താ പിന്നെ ബാക്കിൽ ഇടയ്ക്കൊരു നോട്ടം നോക്കിയല്ല? അപ്പോൾ ഈ വയസ്സായ ആൾ പറയാ, ഒരു സലാം പറയുന്നത് കേട്ടു, പിന്നെ ഒന്നുമില്ല. അപ്പം ഞാൻ നോക്കിയത് അസ്രായിലേറ്റ വന്നതാണ് എൻ്റെ റൂഹ് പിടിക്കാൻ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ അസ്രായിലൊന്നല്ലാന്ന് തോന്നിയെന്ന്. പിന്നെ അപ്പോൾ ഇബ്രാഹിം തങ്ങൾ വിചാരിച്ചു, അൽഹംദുലില്ലാ, നല്ലൊരു മനുഷ്യൻ്റെ അരികിലാണ് ഞാൻ എത്തിപ്പെട്ടത്. മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാ ശമ്പളം ചോദിച്ചു. എനിക്ക് 2 ദിർഹമാണ്. നിങ്ങളതെന്തൊക്കെ ചെയ്യുക? അപ്പം അവിടെ നിന്ന് പറഞ്ഞു, 1 ദിർഹം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ മരണപ്പെട്ടു, അയാളെ വീട്ടിൽ അയാൾക്ക് 2 മക്കളുണ്ട്. 1 ദിർഹമിന് ഞാൻ അവർക്ക് വീട്ടിലേക്ക് അരിയും മറ്റൊക്കെ വാങ്ങും. 1 ദിർഹമിന് എൻ്റെ വീട്ടിലേക്കും റേഷൻ വാങ്ങും. അൽഹംദുലില്ലാ, ഇബ്രാഹിം തങ്ങൾ, ഞാൻ നല്ലൊരു മഹാന്റെ അരികിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ മഹാൻ ചോദിച്ചു, പ്രായം ചെന്ന മനുഷ്യനോട്, ഖാലിഖായ അള്ളാഹുവിനോട് വല്ലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ചോദ്യത്തിന് അള്ളാഹു നിങ്ങൾക്ക് മറുപടി തരാത്തതുണ്ടോ ചോദിച്ചു. അപ്പോൾ ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയാ,
നീണ്ട 15-20 കൊല്ലമായി ഞാൻ എന്നെ പടച്ച അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. റഈസു സാഹിദീൻ ഇബ്രാഹിമുൽ അദ്ഹം എന്ന ഒരു മഹാനുണ്ട്, ആ മഹാനൊന്ന് കാണിച്ചു തന്നാൽ ഒന്ന് ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ ദുആ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അയാളെ. ആരോടാ പറയുന്നത്? ഇബ്രാഹിം അദ്ഹം തങ്ങളോട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഈ മഹാൻ ഇങ്ങനെ ചോദിച്ചല്ല, അത് കേട്ടതും അറിയാതെ അങ്ങ് കരഞ്ഞുപോയി. ഞാനിവിടെ ആമുഖത്തിൽ തന്നെ ഇത് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കാനാണ്. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ ഒതുക്കും. 6 കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഞാൻ ആരാണ് ആ മഹാനെന്ന് തിരിയാൻ 15 കൊല്ലം അയാളെ കയ്യൊന്ന് പിടിച്ച് മുസാഫത്ത് ചെയ്യാൻ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്ന മഹാന്മാരുണ്ടെങ്കിൽ ആരാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു? ആ മഹാനവറുകൾ അവിടുത്തെ അരികിലേക്ക് ഒരു കുട്ടി ചെന്നു. ചരിത്ര കിതാബുകൾ കാണാ 22 അല്ലെങ്കിൽ 24 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടി ചെന്നിട്ട് പറഞ്ഞു, ഇന്നി റജുലും മുസ്രിഫുൻ, ഞാൻ വളരെ മോശപ്പെട്ട ഒരു കുട്ടിയാണ്. ഈ കുട്ടി പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫറള് നിസ്കാരം 15 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഫറള് നിസ്കരിക്കാനുള്ള മനസ്സെനിക്ക് വരാറില്ല. ജുമുഅക്ക് പോലും പോകാനുള്ള മനസ്സെനിക്ക് വരാറില്ല. അതുകൊണ്ട് ആഗ്രഹമുണ്ട് നന്നാവാൻ, കൊതിയുണ്ട്. പക്ഷെ കൂട്ടുകെട്ടിലും മറ്റും പെട്ടെന്ന് എൻ്റെ ജീവിതം നശിക്കുകയാണ്. 10-24 വയസ്സായി, ഇപ്പോഴും ഒരു മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കണമെന്ന ബോധം എനിക്ക് ഉദിച്ചിട്ടില്ല, വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നി റജുലും മുസ്രിഫുൻ, ഞാൻ മോശപ്പെട്ടൊരു കുട്ടിയാണ്. ഫഇലിനി മൗഇദതൻ ലഅല്ലി അൻതഹി ബിഹാ അനിൽ മആസി, നിങ്ങൾ എനിക്കൊരു ഉപദേശം നൽകൂ, അത് കേട്ടാൽ പിന്നീട് ഒരൊറ്റ ഫറള് ഞാൻ ഒഴിവാക്കരുത്, റസൂലുള്ള പൊരുത്തപ്പെടാത്ത ഒരു വസ്തു ഞാൻ ചെയ്യരുത്, അതിന് പറ്റിയൊരു ഉപദേശം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കല്ലേ, എന്തൊരു സന്തോഷാന്നറിയാം. ഒരു കുട്ടി നന്നാവാൻ വേണ്ടി വന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം തങ്ങളുടെ ഒരു ആഗ്രഹം, അവിടുന്ന് ആ കുട്ടിയെ തൊട്ടടുത്തിരുത്തി അടുപ്പിച്ചിരുത്തിയിട്ട്, മോനെ ഇഖ്ബൽ മിന്നി സിത്ത ഖിസാൽ വഅമൽ ബഅദഹുന്ന മാ ശിഅത, ഇഖ്ബൽ മിന്നി സിത്ത ഖിസാൽ വഅമൽ ബഅദഹുന്ന മാ ശിഅത. മോനെ ഒരു 6 കാര്യം ഇബ്രാഹിം തങ്ങൾ പറയാ ഈ ചെറുപ്പക്കാരനോട്, ഞാനൊരു 6 കാര്യം നിനക്ക് പറഞ്ഞു തരട്ടെ, നീ അത് കേൾക്കോ, നീ അത് സ്വീകരിക്കോ, എങ്കിൽ വഅമൽ ബഅദഹുന്ന മാ ശിഅത, വേറെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ നന്നാകും, നിന്റെ ഉമ്മയുടെ പൊരുത്തം ലഭിക്കും, നിന്റെ ഗുരുനാഥന്മാരുടെ പൊരുത്തം ലഭിക്കും, നിന്റെ പിതാവിന്റെ പൊരുത്തവും കുരുത്തവും നിനക്ക് ലഭിക്കും. അതിന് പറ്റിയൊരു 6 കാര്യം നിന്നോട് പറയട്ടെ. വമാഹുന്ന യാ ഹബീബ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഈ ചെറുപ്പക്കാരൻ വളരെ ആവേശത്തോടുകൂടെ, ഏതാണ് തങ്ങളെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒരാവേശമുണ്ടല്ലോ, അത് 6 കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നാകുമെന്നും സ്വർഗത്തിൽ കിടക്കാമെന്നും നമ്മൾ വിചാരിച്ച റൂട്ടിലൂടെ വളരാമെന്നും എങ്കിൽ വേറെ എന്തും ചെയ്യാമെന്നും പറഞ്ഞല്ലോ. അപ്പോ ആ ആവേശത്തോടുകൂടെ വമാഹുന്ന യാ ഹബീബ്, അവിടുന്ന് ആദ്യമായി പറഞ്ഞു, അവ്വലുഹ, ഒന്നാമതായി, ഇദാ അറത്ത അൻ തഅസിയല്ലാഹ ഫലാ തഅകുൽ റിസ്ഖല്ലാഹ്. ആദ്യത്തെ ഉപദേശം, മോനെ നീ അല്ലാഹു പൊരുത്തപ്പെടാത്ത, നിന്നെ പടച്ച ഖാലിഖായ അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത വല്ലതും ഇന്നു മുതൽ നീ ചെയ്യണമെന്ന് കരുതിയാൽ ഫലാ തഅകുൽ റിസ്ഖല്ലാഹ്, അല്ലാഹു നൽകുന്ന ഭക്ഷണം നീ കഴിക്കരുത്. വല്ലാത്തൊരു ഉപദേശം. ഒന്ന്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നൽകുന്ന ഭക്ഷണം നീ കഴിക്കരുത്. ഇതങ്ങ് കേട്ടതും ഈ കുട്ടി പറഞ്ഞു, വല്ലാഹി ഹാദാ ശദീദ്. നമ്മുടെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ പറയും, കട്ടകാലായി പോയല്ലോ എന്നറിയില്ലേ. വല്ലാഹി ഹാദാ ശദീദ്, ഇത് വല്ലാത്ത ഒരവസ്ഥയായിപ്പോയല്ലോ, നിങ്ങൾ വല്ലാത്തൊരു ഉപദേശം നൽകിയത്. കാരണം
ലൗ കാന ഫിൽ ബർരി വൽ ബഹരി വസ്സഹലി വൽ ജബലി റിസ്ഖുഹു തആല ഫമിൻ ഐന ആകുൽ യാ ഹബീബ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം അത് അള്ളാഹു നൽകുന്നതാണ്. ഇവിടെ വേണ്ട എന്ന് കരുതി മറ്റൊരു സ്ഥലത്ത് പോയി ലഭിക്കുന്നത്, ഗൾഫിൽ ചെന്നാൽ ലഭിക്കുന്ന ഭക്ഷണം അത് അള്ളാഹു നൽകുന്നതാണ്. ഞാൻ സമുദ്രത്തിൽ പോയി താമസിക്കാൻ തീരുമാനിച്ചു, അവിടെ നിന്ന് ലഭിക്കുക അത് അള്ളാഹു നൽകുന്നതാണ്. പോകട്ടെ, കാട്ട് കുന്നുകളിൽ, വയനാടൻ കാടുകൾ എന്നൊക്കെ പറയില്ലേ, കുന്നുമേടുകൾ പോയി താമസിച്ചു, അവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം അത് അള്ളാഹു നൽകുന്നതാണ്. ഫമിൻ ഐന ആകുൽ യാ ഹബീബ്. അള്ളാഹു നൽകുന്ന ഭക്ഷണമല്ലാത്തൊരു ഭക്ഷണം എവിടെ പോയി ആരിൽ നിന്ന് ഞാൻ കഴിക്കും? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഫതബസ്സമ, പുഞ്ചിരിച്ച്, തബസ്സുമിന്റെ മുഖം, പുഞ്ചിരിച്ചുകൊണ്ട് പറയും, മോനെ അഫയഹ്സുനു അൻ തഅകുല റിസ്ഖല്ലാഹ് വതഅസിയഹു. അള്ളാഹുവിന്റെ ഭക്ഷണം കടിച്ച് അവന് പൊരുത്തമില്ലാത്ത രൂപത്തിൽ നടക്കുന്നത് ഭൂഷണമാണോ മോനെ? യോജിച്ചതാണോ? സുബ്ഹാനല്ലാഹ്. ഈ കുട്ടി അറിയാതെ അസ്തഗ്ഫിറുല്ലാഹ്, അറിയാതെ അങ്ങ് പറഞ്ഞുപോയി അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് ഈ കുട്ടി പറയാ, ഇബ്രാഹിം തങ്ങൾ പറയാ, മോനെ ഞാൻ നിന്നോട് 6 കാര്യം പറയാമെന്നല്ലേ, അത് നീ കുറിച്ചു വെക്കണം, നീ സൂക്ഷിക്കണം. എന്നിട്ട് 2 സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു. ലോകത്ത് ഒരൊറ്റ മനുഷ്യനും ഒരു വിരലനക്കാൻ കഴിയില്ല സ്വന്തമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഒരു ജലദോഷം പിടിച്ച, പരി പിടിച്ച, എത്ര നല്ല മുന്തിയ ഭക്ഷണമുണ്ടെങ്കിലും ഒരു രുചി ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് അറിയുന്നൊരു യാഥാർത്ഥ്യമല്ലേ. അല്ലാഹു തആല രുചി നൽകണം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, നബിയുല്ലാഹി സുലൈമാൻ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ, ഈ സമയമാകുക, ഞാനാകുക, നിങ്ങളാകുക, നിങ്ങളൊന്ന് ഉറക്കണിച്ചല്ലേ, നമ്മളമ്മിലല്ലേ, ഞാനും 2-3 പ്രാവശ്യമായി നിങ്ങളെ കൂടെ, വലിയ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഒരു 150 വയസ്സ് പുറത്തു പോയി പറയുന്നതിനേക്കാളും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നൊരു 10 മിനിറ്റ് പറയാ. ഒന്ന് നിങ്ങളുടെ ദുആ കിട്ടും, മറ്റൊന്ന് വലിയൊരു ദഅവത്തുമാണ്, വലിയൊരു ഫലാണ്. അപ്പൊ ആ ഒരു നിയ്യത്ത് വെച്ച് നിങ്ങൾ നല്ലോണം ചൊല്ലിക്കോളി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല ഉറങ്ങും ചെയ്തോളി. എന്നാലും ഇപ്പാണ് ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തതിന് കണക്കില്ല. ഈ കൂട്ടത്തിൽ തന്നെ പല കഴിവുള്ളവരുണ്ടാവും. ഈ കൂട്ടത്തിൽ ചില കുട്ടികൾക്ക് നല്ല ഫുട്ബോൾ കളിക്കാൻ വലിയ ആഗ്രഹക്കാരാണ്, ചില കുട്ടികൾക്ക് നല്ലോണം പോക്കിരികൾ, കൂട്ടുകാരെ തല്ലുക, ഇടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ പല കുട്ടികളും പല കോലത്തിലായിരിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു, നല്ലോണം നിഅമത്തങ്ങ് കൊടുത്തു. കൊടുത്തപ്പോ സുലൈമാൻ നബിക്ക് ഒരാഗ്രഹം, പടച്ചവനെ നിന്റെ എല്ലാ സൃഷ്ടികൾക്കും ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോട്ടെ ചോദിച്ചു. അഭിമാനത്തോടു കൂടെ പറയാട്ട, മുഴുവൻ സൃഷ്ടികൾക്കൊരു ഒരു ദിവസത്തെ ഭക്ഷണം. അള്ളാഹു പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് കഴിയൂലാർ, എന്റെ അടിമകൾക്ക് ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കൊടുക്കേ. സ്വർണത്തിന്റെ ഇഷ്ടികകൾ കുന്നുകൂടി കിടക്കുന്ന മഹാനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷെ ഒരൊറ്റ ദിവസത്തെ ഭക്ഷണം കഴിയൂല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയൂല നബിയേറും. അപ്പൊ അവിടുന്ന് പറഞ്ഞു, എന്നാ പോകട്ടെ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം. എന്നാ നിങ്ങളുടെ ആഗ്രഹമല്ലേ, ആർക്കാ കൊടുക്കേണ്ടത് ചോദിച്ചു. എല്ലാ ജീവികൾക്കും അത് കഴിയില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടീമിന്. എന്നാ പിന്നെ ആർക്കാ താല്പര്യമുള്ളത് ചോദിച്ചു. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞു, സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് മുഴുവൻ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ സുലൈമാൻ നബിയോട് അള്ളാഹ് പറയാം, നിങ്ങൾ ഇഷ്ടല്ലേ, നിങ്ങൾ കൊടുത്തോളി ഒരു നേരത്തെ ഭക്ഷണം. സമയം കൊടുത്തു, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മൾ തമാശക്കുണ്ട് ചോദിച്ചു, കറിയായോ വെക്കൂലേ, കറിയായോ എന്നുപോലെ കറി. അപ്പൊ കുറച്ചുകൂടി സമയം ചോദിക്കുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അങ്ങനെ എല്ലാം റെഡിയായി. നഅം, എല്ലാം റെഡി. അള്ളാഹുവിന്റെ സമുദ്രത്തിലെ സൃഷ്ടികൾ അള്ളാഹു വിടുകയാണ് ഭക്ഷണത്തിലേക്ക്. അങ്ങനെ കുന്നുകൂടി. എത്രത്തോളം എന്നറിയോ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന കാണാം, 1000കണക്കിന് കിലോമീറ്റർ വിശാലതയിലാണ് ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശാലത ഞാനിപ്പോ തഫ്സീറുകളൊക്കെ പറഞ്ഞ വിശാലത ഇപ്പം ഞാൻ പറയുന്നില്ല, അത്രമാത്രമുണ്ട്, അപ്പൊ ഊഹിക്കാൻ കഴിയൂല. അങ്ങനെ ഒരൊറ്റ ജീവി, ഒരു മത്സ്യം ഇങ്ങനെ വന്നിട്ട് ഈ കാണുന്ന ഭക്ഷണം മുഴുവൻ ഒരു പിടുത്തം, എന്നിട്ട് കഴിച്ചിട്ട് പറയാ, സുലൈമാൻ നബിയെ
നിങ്ങളല്ലേ എൻ്റെ റിസ്ക്കിന്ന് ഏറ്റത്. അകത്തെ പള്ളിയുടെ കൊതു പറയ പോലെ എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ എൻ്റെ ഭക്ഷണം ഏറ്റത് നിങ്ങൾ മുഴുവൻ തരണം, വിശപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇസ്തിഗ്ഫാർ ചെയ്തു, പടച്ചവനെ നിനക്കല്ലാതെ ലോകത്തൊരു സൃഷ്ടിക്കും മറ്റൊരു ജീവിക്ക് ഭക്ഷണം കൊടുക്കാൻ നീ തൗഫീഖ് കൊടുക്കാതെ കഴിയൂല. സുലൈമാൻ നബി അലൈഹിസ്സലാം പത്തി മടക്കുകയാണ്. ഈ ഒരു സംഭവം ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ വിവരിച്ചു കൊടുക്കുക. രണ്ടാമത്തൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ജീവി മരുഭൂമിയിലുണ്ട്. ഒരു ജീവി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു, അവിടെ ജീവിക്കുന്നു. അപ്പൊ മൂസാ നബിക്ക് ഒരു മനസ്സിൽ പടച്ചവനെ ഇതൊക്കെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെ ജീവിക്കുന്നത്? അപ്പൊ മൂസാ നബിയുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതൊരു നല്ല ഒരു ചരിത്രമാണ്, ഞാൻ എപ്പോ പറയല്ല. അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറയിലൊന്ന് അടിക്കൂ. നിങ്ങൾ അടിച്ചു. ഞാനൊരു വലിയ സംഭവം ഇങ്ങനെ ചുരുക്കി പറയുന്നു മാത്രം. അടിച്ചു, വീണ്ടും അടിക്കാൻ പറഞ്ഞു. അടിച്ചു 4-5 പ്രാവശ്യം അടിച്ചപ്പോ ആ പാറയുടെ ഉള്ളിൽ ഒരു ചെറിയ പക്ഷി യാ ദായിം യാ ദായിം യാഹു ദായിം സുബ്ഹാനക ദായിം ഇസ്സുക ദായിം തുൽഹുക ദായിം അല്ലാഹു ദായിം പോലെയുള്ള ദിക്റുകൾ അങ്ങനെ ചൊല്ലിയിട്ട് അതിന് കടിക്കാനുള്ള ഭക്ഷണം കുത്തിങ്ങനെ കടിക്കുന്നു. അപ്പൊ മൂസാ നബിയോട് അള്ളാഹു ചോദിച്ചു, ഇപ്പൊ തിരിഞ്ഞ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടോ, അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഓരോന്ന് കാണിച്ചു കൊടുക്കുക. ഓരോ ഉദാഹരണങ്ങള് ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് അങ്ങനെ ഇട്ടുകൊടുത്തു. എന്നിട്ട് പറയ, മോനെ രണ്ടാമത്തെ നിനക്ക് കേൾക്കണോ? ഈ കുട്ടിയോട് ചോദിക്കുക, ഇദാ അറത്ത അൻ തഅസിയല്ലാഹ ഫലാ തഅകുൽ റിസ്ഖ ഫലാ തസ്കുൻ ഫീ ദാരിഹി തആല. ഒന്നുങ്ങൾ മറന്ന അല്ലല്ല, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഭക്ഷണം കഴിക്കരുത്. 2, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതും ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭൂമിയിൽ നീ താമസിക്കരുത്, അവന്റെ വീട്ടിൽ നീ താമസിക്കരുത്. അപ്പൊ ഈ കുട്ടി വല്ലാഹി ഹാദാ അശദ്ദു മിനൽ അവ്വൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷയിൽ ഇത് ആദ്യത്തെക്കാൾ കുറച്ച് ഓവറായല്ലോ. കാരണം ലൗകാനത്തി ദുനിയാ കുല്ലുഹാലുഹു ഫമിൻ ഐന അസ്കുൻ യാ ഹബീബ്. 7 ആകാശവും 7 ഭൂമികളും എല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിൽ പിന്നെ അവന്റെ ഭൂമിയല്ലാത്ത വേറെ ഏത് വീട്ടിൽ പോയിട്ടാണ് ഞാൻ താമസിക്കുക? അപ്പൊ ഇബ്രാഹിം തങ്ങൾ ആ കുട്ടിയോട് തമാശക്കുണ്ടല്ല, ഗൗരവത്ത് പറ്റൂല. ഗൗരവത്തിൽ ചിലപ്പോൾ നമ്മള് ഇന്നത്തെ കാലം പ്രത്യേകിച്ച് ആരടാ വെച്ചാൽ ഞാനടാ അറിയാം, അങ്ങനത്തെ ഒരു കാലമാണ്. ഇപ്പൊ ആരും വകക്കാത്തൊരു കാലാണ്. എന്തടോ ഇങ്ങോട്ട് തിരിച്ചു, എന്തടോ ആര് ചോദിച്ചാലും പറയാം. അങ്ങനത്തെ ഒരു കാലഘട്ടമായി പോയി. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. നമ്മളങ്ങനെ ആവൂലല്ല, നമ്മൾ അങ്ങനെ ആകാൻ പറ്റൂല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ നിങ്ങൾക്ക് നല്ല ക്ഷീണുണ്ട് തോന്നുന്നു, നല്ലോണം അങ്ങോട്ട് ഞാൻ അങ്ങനെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറയട്ടെ. അപ്പൊ രണ്ടാമത് പറയാ, അള്ളാഹുവിന് വിരുദ്ധമായി വല്ലതും പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ വീട്ടിൽ നീ താമസിക്കരുത്. ഇബ്രാഹിം തങ്ങൾ ചോദിക്ക, മോനെ അഫയഹ്സുനു അൻ തഅകുല റിസ്ഖല്ലാഹ് വതസ്കുന ദാറഹു വതഅസിയഹു. അവന്റെ ഭക്ഷണം കടിച്ച് അള്ളാഹുവിന്റെ വീട്ടിൽ താമസിച്ച് അള്ളാഹു പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഇങ്ങനെ നടക്കുന്നത്, ഒരു വഖത്ത് നിസ്കരിക്കാൻ പോലും മനസ്സില്ലാതെ നടക്കുന്നത്, മോനെ റബ്ബ് നിനക്ക് ബുദ്ധി തന്നിട്ടില്ലേ, ഈമാനിന്റെ വെളിച്ചം തന്നില്ലേ, നിനക്കിത് യോജിച്ചതാണോ? നീ മനസ്സാക്ഷിയോട് ചോദിക്കും, മോനെ റബ്ബ് തന്ന ബുദ്ധി കൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ കുട്ടി നെഞ്ചത്ത് കൈവച്ച്, ഇല്ല തങ്ങളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കാരം ഖളാ ആക്കില്ല. അപ്പോ ആ മരിച്ച ആ കുട്ടി നന്നാകും, നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് കണ്ടപ്പോ ഒന്നും കൂടെ ഇബ്രാഹിം തങ്ങൾ അടുപ്പിച്ചുകൊണ്ട് പറയാ, മോനെ 3 ഇദാ അറത്ത അൻ തഅസിയല്ലാഹ ഫഅസിഗി ഹീന ലാ യറാക്. ഇനി വല്ലപ്പോഴും നിനക്ക് ഒരു വഖത്ത്, ഉദാഹരണം സുബ്ഹി നിസ്കരിക്കാതെ നിനക്ക് ഉറങ്ങണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു റസൂലുള്ള പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഒരു സിനിമ കാണണമെന്ന് നിനക്ക് തോന്നിയാൽ, ഫഅസിഗി ഹീന ലാ യറാക്, അള്ളാഹു നിന്നെ കാണാത്ത സ്ഥലത്ത് പോയി നീ ഉറങ്ങിക്കൊള്ളട്ടാർ. ഇബ്രാഹിം തങ്ങൾ പറയാ ഉപദേശം നോക്കി, നിങ്ങൾ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി നീ ഉറങ്ങണം, അള്ളാഹു നിന്നെ കാണാത്ത സ്ഥലത്ത് പോയിരുന്ന് നീ സിനിമ കാണണം എന്നങ്ങ് പറഞ്ഞപ്പോ
ഈ കുട്ടി പറയാ, തങ്ങളെ എന്നെ കളിയാക്കാണ്, നിങ്ങൾ പരിഹസിക്കുകയാണോ? അല്ല മോനെ, പരിഹസിക്കുകയല്ല. അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി നീ ഉറങ്ങിക്കോന്നാ ഞാൻ പറഞ്ഞത്. അപ്പോ ഈ കുട്ടി പറയാ, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടത്തിനറിയുന്ന, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ അറിയുന്ന അള്ളാഹു, അവൻ കാണാത്ത ഏത് സ്ഥലത്ത് പോയി ഞാൻ ഉറങ്ങും? അപ്പ വിടോ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, അഫയഹ്സുനു അൻ തഅകുല റിസ്ഖല്ലാഹ് വതസ്കുന ദാറഹു വതഅസിയഹു വഹുവ യറാക്. അല്ലാഹുവിന്റെ ഭക്ഷണം കടിച്ച് അവന്റെ വീട്ടിൽ താമസിച്ച് അവന് പൊരുത്തമില്ലാത്ത വിധത്തിൽ നടക്കുന്നു എങ്ങനെ? വഹുവ യറാക്, അവൻ നിന്നെ നോക്കി ഇങ്ങനെ കാണും. നീ എന്ത് ചെയ്യുന്നുവെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. നമ്മളൊരു ചെറിയ കറാഹത്ത് ചെയ്താൽ അത് അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ അരികിൽ എന്ത് സംഭവിക്കുന്നുവെങ്കിലും അള്ളാഹു താല കാണുന്നുണ്ട്. അത് ഉറപ്പല്ലേ മക്കളെ? അത് ഉറപ്പാണ്. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അള്ളാഹു അറിയാത്ത ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോ ഈ നിലക്ക് എല്ലാം നൽകുന്നത്, കണ്ണിന്റെ കാഴ്ച നൽകുന്നത് അള്ളാഹുവാണ്, കേൾവി ശക്തി നൽകുന്നത്, സംസാര ശക്തി നൽകുന്നത്, ബുദ്ധി നൽകുന്നത് എല്ലാം അള്ളാഹു. എന്നിട്ട് അവന് പൊരുത്തമില്ലാത്ത വിധത്തിൽ നീ ജീവിക്കേ. ഈ കുട്ടി പറഞ്ഞു, മതി തങ്ങളെ, മതി യാ ഇമാമുൽ മുത്തഖീൻ, മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബാക്കി എനിക്ക് കേൾക്കേണ്ടതില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റിലേക്ക് പോവില്ല എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, മോനെ, ഞാൻ 6 കാര്യം പറയാമെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 4-മതായി പറഞ്ഞു, ഇദാ ജാഅക മലക്കുൽ മൗതി അസ്റായീൽ അലൈഹിസ്സലാം. ഉറക്കെ ചൊല്ലിക്കോളിട്ടാ, അസ്റായീലാണ്, നമ്മളെ കളി പോകും. മലക്കുൽ മൗതി അസ്റായീൽ അലൈഹിസ്സലാം. നല്ലോണം ചൊല്ലിക്കോളി, നമ്മളെ തമാശയും കാര്യമൊക്കെ വേറെ കാര്യ. എല്ലാവരും ഇരിക്കുക, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് എവിടെ എത്രപ്പോ പറഞ്ഞു? 3 അല്ലേ? 4-മത്തെ അല്ലേ? ഇദാ ജാഅക മലക്കുൽ മൗതി അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ നല്ല ഉറക്കണം ചെല്ലെന്നെ, നല്ലോണം പിടിക്കുന്ന ആളെ നമ്മളെ. ചിലപ്പോൾ പുറത്തിങ്ങനെ നിൽക്കണ്ടാകുകയാണ്. ഒരിക്കൽ സുലൈമാൻ നബിയുടെ അരികില്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പൊ വേറൊരുത്തം വന്നിട്ട് തുറപ്പിച്ചു നോക്കാറിനറിയില്ലേ, ഉണ്ടക്കണ്ണേറ്റ് നോക്കാന്ന് തുറപ്പിച്ചു നോക്കിട്ടാ. അപ്പോ ആ നോട്ടം നോക്കി ആളങ്ങ് പോയി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സുലൈമാൻ നബിയോട് വെച്ചു, ആരാണ് ആള്? എന്നെങ്ങനെ ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ സുലൈമാൻ നബി ഒന്ന് കൊടുക്കണ്ട, അത് അസ്റായീലാണ് കയറും. അസ്റായീലാന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ബർക്കാൻ തുടങ്ങി. എത്ര ധീരനാണെങ്കിലേ അസ്റായീലാന്ന് കേട്ടാ ബർക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടി പറയാ, പിന്നെ എന്നെ ആള് നല്ല തുറപ്പിച്ച് നോക്കിയിട്ടുണ്ട്, പിടിക്കാനാ തോന്നുന്നു, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. സുലൈമാൻ നബി ഒരാൾ പിടിക്കാൻ വന്നിട്ടുണ്ട്, ഈ പിടിക്കും ഉറപ്പന്നെ. പിന്നെ ഇനി എവിടെ കൊണ്ട്, എന്നാലും മനസ്സമാധാനത്തിന് ഒന്ന് സഹായിച്ചൂടെ? എന്താ ചെയ്യേണ്ടത്? എന്നെ ദ്വീപിലേക്ക് എവിടേക്കെങ്കിലും എന്നൊന്ന് വിടണം പോറും, നിങ്ങളെ താല്പര്യം വിട്ടോളി എന്ന് പറഞ്ഞു. സുലൈമാൻ നബി പറഞ്ഞു വിട്ട് 1000 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്തുള്ള ദ്വീപിലേക്ക് കുട്ടിനെ വിട്ടു. ഈ കുട്ടി അവിടെ ചെന്ന് അതിനെ പറ്റിയ വഴിപ്പെട്ട സുലൈമാൻ നബിക്കിനെ പറ്റിയ ആളുകളെ കണ്ടിട്ടാ. അങ്ങനെ ആ സ്ഥലത്ത് അവിടെ ചെന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഈ തുറപ്പിച്ചു നോക്കിയ ആളുണ്ടല്ല, ആളവിടെ അങ്ങ് നിൽക്കുന്നുണ്ട്. നോക്കി നിങ്ങള്, ആള് ഇറങ്ങി എന്നല്ല, ഒരൊറ്റ പിടിച്ചു. അല്പസമയം വഴേക്കും നബിയുല്ലാഹി സുലൈമാൻ നബിയുടെ അരികിലേക്ക് അസ്റായീൽ വന്നു. അപ്പൊ സുലൈമാൻ നബി ചോദിച്ചു, അസ്റായീലെ, നിങ്ങൾ എന്തേ നേരത്തെ എൻ്റെ അടുത്തുള്ള ഒരാളെ നിങ്ങൾ തുറപ്പിച്ചു നോക്കി പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി ബേജാറായിട്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് വിടാൻ പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോ അസ്റായീൽ പറയാ, ഒന്നുമില്ല നബിയെ, അല്ലാഹു തആല ഈ കുട്ടിയെ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് പിടിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഇവനെന്താ ഇവിടെ? ഞാൻ അത്ഭുതം കൊണ്ട് നോക്കിയതാണ്. അപ്പൊ സുലൈമാൻ നബി വെച്ചു, പിടിച്ചോ? ഞാൻ പിടിച്ചിട്ടാ വരുന്നത്. പിടിച്ചോ? ഞാൻ പിടിച്ചിട്ടാ വരുന്നത്. ആ കുട്ടിനെ ഞാൻ പിടിച്ചോ? നോക്കി നിങ്ങൾ, നബിയുല്ലാഹി സുലൈമാൻ, ഉറക്കെ ചൊല്ലിക്കോളി, സുലൈമാൻ നബി അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. എന്നിട്ട് ഇങ്ങോട്ട് ശബ്ദം കൂടുന്നില്ലട്ടാ. മലക്കുൽ മൗത്ത് അസ്റായീൽ. ഇപ്പൊ ഉറക്കമാണ്, പോയിക്കോളും. അസ്റായീൽ അലൈഹിസ്സലാമേ, നിന്റെ അരികിലേക്ക് ഇബ്രാഹിം നബി നിങ്ങൾ പറയാ, അസ്റായീൽ നിന്റെ അരികിൽ വന്നാൽ, ഇദാ ജാഅക മലക്കുൽ മൗത്തി അസ്റായീൽ അലൈഹിസ്സലാം ലിഖബ്ദ് റൂഹിക, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ വരികയാണെങ്കിൽ, ഫഖുൽ അഖിർനി ഹത്താ അതൂബ്,
ഞാൻ 10-24 വയസ്സായി ഇവിടെ ജീവിക്കുന്നു. ഇതുവരെ ഞാനൊരു ഫർള് നിസ്കരിക്കാറില്ല, ഒരു നന്മയിലേക്കൊന്നും ഞാൻ പോകാറില്ല. അതുകൊണ്ട് ഞാനൊന്ന് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി വരട്ടെ, എന്നിട്ട് പിടിച്ചാൽ മതി എന്ന് പറയുണ്ടോ. അപ്പൊ ഈ കുട്ടി പറയാ, ലാ തോക്കത്തലി, ലാ തോക്കത്തലി. അസ്രായേൽ പിടിക്കാൻ വേണ്ടി വന്ന അസ്രായേലിനോട് ഇപ്പൊ പിടിക്കല്ലേ എന്ന് പറയാം, അത് എനിക്ക് കഴിയൂലാറും. ഫൈദാ അലിംതദാലിക ഫലിമലാ തതൂബ് അൽആൻ. അതുവരെ നല്ല ചിരിച്ച് തമാശ പറഞ്ഞ് നല്ല റാഹത്തോടെ ഉപദേശിച്ചിരുന്ന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒന്ന് ദേഷ്യം പിടിച്ചു. അത് ദേഷ്യം പിടിക്കേണ്ടോടത്തും ദേഷ്യം പിടിക്കണല്ല, ഒന്ന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഫൈദാ അലിംതദാലിക ഫലിമലാ തതൂബ് അൽആൻ. മോനെ, ഇതൊക്കെ നിനക്കറിയാമെങ്കിൽ, അസ്രായേൽ വന്ന മിണ്ടാൻ കഴിയില്ല എന്ന് നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് നീ ഇപ്പോൾ തന്നെ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നില്ല? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ വഅതൂബു ഇലൈഹി. ഈ കുട്ടി അങ്ങ് തൗബ ചെയ്യുമ്പോ മനസ്സുകൊണ്ടുള്ള തൗബ, ഹൃദയം കൊണ്ടുള്ള തൗബ, ആ തൗബ അങ്ങ് ചെയ്തപ്പോ ഈ കുട്ടി അവിടുന്ന് ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ രണ്ടും കൂടെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിവരിച്ചു കൊടുക്കുന്നു. ഇദാ ജാഅക മുൻകറും വനകീറുൻ അലൈഹിമസ്സലാം ലിസുആലിക ഫിൽ ഖബ്ർ ഫദ്ഫഉഹുമാ. മോനെ, നീ മരിച്ചു, നിന്നെ തിരിയാനും മറിയാനും കഴിയാത്ത മണ്ണറയിൽ കൊണ്ടുപോയി വെക്കും. അന്ന് വിലപിടിപ്പുള്ള എല്ലാം നിന്റെ കയ്യിലുള്ളതെല്ലാം മാറ്റിവെച്ചു. നല്ല വിലപിടിപ്പുള്ള മൊബൈലുകളും അതുപോലെ തന്നെ എല്ലാം മാറ്റിവെച്ചു. എന്നിട്ട് മണ്ണറയിൽ കൊണ്ടുപോയി വെച്ചാൽ എല്ലാവരും തിരിച്ചു വന്നു. നിന്റെ മാറിടത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിരുന്നത് ബഹുമാനിച്ചിരുന്ന പല ആളുകളുമാണ്. അങ്ങനെ നിന്റെ അരികിൽ നിന്ന് പല ആളുകളും തിരിച്ചു പോയാൽ മുൻകർ നകീർ വരും ചോദ്യം ചെയ്യാൻ വേണ്ടി. അവര് വരുന്നത് കണ്ടാൽ ഫദ്ഫഉഹുമാ, രണ്ടുപേരെയും നീ ആട്ടിവിടണം കേട്ടോ. ഇബ്രാഹിം തങ്ങളുടെ ഉപദേശം നോക്കി നിങ്ങൾ, നെഞ്ചത്ത് കൊള്ളും വിധത്തിലുള്ള ഒരു ഉപദേശമാണ്. മുൻകർ, അഞ്ചാമത്തത് മുൻകർ നകീർ ഖബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന അവരെ നീ ആട്ടിവിടണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങളുടെ മുന്നിൽ വെച്ച് ആ കുട്ടി അങ്ങ് തേങ്ങിക്കരഞ്ഞു, വല്ലാത്ത കരച്ചിൽ. അതുവരെ സഹിച്ചിരുന്ന കുട്ടി അവിടുന്ന് അങ്ങ് പിന്നിപ്പൊട്ടിക്കരഞ്ഞു. കരഞ്ഞപ്പോ ആ മനുഷ്യൻ, 24-22 വയസ്സ് കഴിഞ്ഞ ആ കുട്ടിയുടെ ഹൃദയം ശുദ്ധമാണ്, നന്നാവും. അവിടുന്ന് പറഞ്ഞു, മോനെ, ആറാമത്തെ കാര്യമായി ഇദാ വഖഫ്ത ബൈന യദയില്ല. ഈ 5ഉം നിന്നോട് പറഞ്ഞുവെങ്കിൽ അത് നടക്കുന്നതാണ്. ആറാമത്തെ ഒരു കാര്യം, ഇദാ വഖഫ്ത ബൈന യദയില്ല വ അമറ സബാനിയത അൻ യജുറുക ഇലന്നാർ. ഇദാ വഖഫ്ത ബൈന യദയില്ല, ഖബറിൽ നിന്ന് ഹയ്യത്തൻ വ അഖറബൻ, പാമ്പുകളും തേളുകളും വന്ന് ചില ആളുകളെ കൊത്തിവലിക്കും. ചില ആളുകൾക്ക് ഖബറ് അതൊരു മനോഹരമായ വീടായിരിക്കും. ആ ഖബറ് നല്ല റാഹത്തുള്ള ഒരു ഇരിപ്പിടമായിരിക്കും ചില ആളുകൾക്ക് അത് വല്ലാത്തൊരു ദുർഗതിയായിരിക്കും. അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിലാ സൂര്യൻ നിൽക്കുന്നത്. ഇദാ വഖഫ്ത ബൈന യദയില്ല വ അമറ സബാനിയത അൻ യജുറുക ഇലന്നാർ. അവിടെ വെച്ച് ഇപ്പൊ നമുക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ മഹത്തായ നമ്മുടെ അഭിമാനകരമായ കേന്ദ്രം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നോക്കി നിങ്ങള്, ഇത് വലിയൊരു കറാമത്തിന്റെ സ്ഥാപന. അഭിയന്തരായ ശൈഖുന തങ്ങളുസ്താദിന് ഒരു വലിയ തണല്, താങ്ങും തണല്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ താങ്ങും തണലും. ആ താങ്ങും തണല് കൊണ്ടാണ് മഅദിൻ എന്ന് പറയുന്ന ജാമിഅ മഅദിൻ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരു കറാമത്തിലൂടെ തന്നെയാണ്. അത് എങ്ങനെയാണ്? ഒരു സാധാരണ രൂപത്തിലുള്ള വളർച്ചയല്ല നമ്മുടെ ഈ സ്ഥാനത്ത്. ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. തങ്ങളുസ്താദിന് അത് വല്ലാത്ത ഒരു പിടുത്തമാണ്, ഔലിയാക്കളുടെ പിടുത്തം. ഔലിയാക്കളാണ് തങ്ങളുസ്താദിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നോക്കി, ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. വല്ലാത്തൊരു കറാമത്തിന്റെ സ്ഥാപനം.
അല്ലാഹു തആല ഈ നേതൃത്വത്തിന് കീഴിലായി ജീവിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ ഈ ബറക്കത്തുള്ള സ്ഥാപനത്തിൽ വെച്ച് ഓർമ്മപ്പെടുത്തട്ടെ, ബഹുമാനപ്പെട്ട ശൈഖുന നമുക്ക് ഈ വേണ്ടുന്ന ഇതെല്ലാം ചെയ്തു തന്നു, സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എന്നിട്ടതിൻ്റെ ചൂട് നമുക്ക് എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യന്റെ ചൂട് തട്ടാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു ചാൾ മുകളിലായിരിക്കും ഒരു കാലത്ത് സൂര്യൻ. അന്ന് ഇതാ വഖഫ്ത ബൈന യദയില്ല വ അമറ സബാനിയത യജുറുക ഇലന്നാർ, നരകത്തിലേക്ക് ഇവനെ വലിച്ചെറിയൂ എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ 6ാമത്തെ ഉപദേശം കൊടുക്കട്ട, ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറഞ്ഞാൽ ഫഖുൽ, മോനെ നീ മലക്ക് അള്ളാഹുവിനോട് പറയണം, ലാ തുഅ്മുറുഹും യാ അല്ലാഹ്, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നീ മലക്കുകളോട് പറയരുതേ എന്ന് പറയണം. അപ്പൊ ആ കുട്ടി അതോടുകൂടെ ബോധം കെട്ടങ്ങ് വീണു. നീ കുട്ടി ബോധം തെളിഞ്ഞിട്ട് അവിടെ നിന്ന് പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കുകയില്ല. ഇന്നു മുതൽ നീണ്ട 30 ചില്ലാനും കൊല്ലം ആ കുട്ടി ജീവിച്ചത് താരീഖിന്റെ ഗ്രന്ഥങ്ങൾ കാണാം. ഒരു സുന്നത്ത്, ഇടത്തോട്ട് തുപ്പണോ വലത്തോട്ട് തുപ്പണോ, ആ തുപ്പുന്നത് പോലും ശ്രദ്ധിച്ച് നടന്നിരുന്ന, ചെരുപ്പ് ധരിക്കുന്നത്, ആദ്യമായി ചെരുപ്പ് ധരിക്കുന്നത് ഏത് കാലിലായിരിക്കണം അതുപോലും സൂക്ഷിച്ച്, അതുപോലും ശ്രദ്ധിച്ച്, പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഏത് കാലെടുത്ത് വെക്കണം അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പിന്നീട് ജീവിച്ച് അവസാനം വഫാത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് സ്വന്തം രക്തങ്ങൾ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോ ആ കുട്ടി അവിടുന്ന് പുഞ്ചിരിച്ച് പറയാ, എന്തിനാ നിങ്ങൾ ദിക്ർ ചൊല്ലിത്തരുന്നത്? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. റസൂലുള്ളാഹി വല്ല വീട്ടിലും വന്ന് അവിടെ വിളക്ക് വേണോ എന്നതുപോലെ എൻ്റെ ഹൃദയമാകെ ദിക്റിനാൽ പ്രകാശിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ എനിക്ക് ചൊല്ലിത്തരുന്നത്? വളരെ സന്തോഷത്തോടുകൂടെ പരസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി സന്തോഷത്തോടങ്ങ് മരണപ്പെടുന്നുവെങ്കിൽ എൻ്റെ കൂട്ടുകാരെ, ഞങ്ങളുടെ അനുജന്മാരെന്ന നിലക്ക് ആഖിറത്തിലേക്കുള്ള ജ്യേഷ്ഠാനുജന്മാരാണ് നമ്മൾ. അള്ളാഹു നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ആഖിറത്തിലേക്കുള്ള അനുജന്മാരെന്ന നിലക്ക് നമ്മുടെ ഈ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നുള്ളവരെ നാളെ കാണുന്നില്ല, കൂടെ നടന്നിരുന്ന പല ആളുകളെയും പെട്ടെന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പടച്ചവനെ റസൂലുള്ള പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഒരു നിർബന്ധ കാര്യം ഞാൻ ഒഴിവാക്കില്ല, ഒരു ഹറാമായ കാര്യം ഞാൻ ചെയ്യില്ല എന്ന ആ ഒരു മനസ്സ്, അതിനുള്ള ഒരു നല്ല വടി നമുക്ക് SSFന്റെ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ പ്രസ്ഥാനത്തിലൂടെ നല്ല മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം റാഹത്തോടുകൂടെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിന് നല്ലൊരു മാർഗമാണ്, നല്ലൊരു വടിയും കൂടെയാണ് മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മറാത്ത്. എല്ലാ ജീവിതത്തിലും എല്ലാ ദിവസവും ജീവിതത്തിലാകെ സന്തോഷിക്കാനും വിജയിക്കാനും എല്ലാ മേഖലകളും വിജയിക്കാൻ നല്ലൊരു മാർഗമാണ്. ഒരു ഉസ്താദാവട്ടെ, തങ്ങളാവട്ടെ, ഹാജിയാവട്ടെ, ഒരു എത്ര വലിയ ഡോക്ടറേറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയാവട്ടെ, മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മറാത്ത്, 5 പ്രാവശ്യം ഉമ്മ ഉപ്പ ആ 2 മുത്തുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും 5 പ്രാവശ്യം ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നല്ല ബറക്കത്ത് തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ജീവിതം നന്നാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.